മുണ്ടക്കയം പഞ്ചായത്തിലെ 17ാം വാർഡ് വള്ളക്കടവ് പാലം നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന നാട്ടുകാരുടെ ആരോപണം. പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണം അശാസ്ത്രീയമായി ചെയ്യുന്നതുമൂലം പാലത്തിന്റെ വീതി കുറയുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കുന്നത് 1,40,00,000 രൂപ മുടക്കിയാണ്. പാലത്തിന് 10 അടിയോളം വീതിയുണ്ടെങ്കിലും കൈവരി പണിയുന്നത് 7 അടി മാത്രം വീതിയിലാണ്. ചെറിയ കാറിനോ ഓട്ടോറിക്ഷയ്ക്കോ മാത്രം കടന്നു പോകാവുന്ന രീതിയിലാണ് നിലവിലെ പാലം നിർമ്മാണം നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തകർന്ന പാലത്തിലൂടെ കാറുകളും പിക്കപ്പ് വാൻ അടക്കമുള്ള വാഹനങ്ങൾക്കും കടന്നു പോകാമായിരുന്നെന്നും ഇവർ പറയുന്നു. വീതി മനഃപൂർവ്വം കുറച്ച് നിർമ്മാണത്തിലെ അഴിമതി മറയ്ക്കുകയാണെന്ന് ഉപഭോക്താക്കളായ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. മാത്രവുമല്ല, കൈവരി ഭിത്തി രൂപത്തിൽ പണിയുന്നത് മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമെന്നും ആക്ഷേപമുയരുകയാണ്. മുൻവർഷങ്ങളിൽ ഉണ്ടായതുപോലെ മഴക്കാലത്ത് ഒഴുകിവരുന്ന മരങ്ങൾ ഇടിച്ച് പാലം വീണ്ടും തകരുവാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പാലത്തിന്റെ വീതി പരമാവധി ഉപയോഗിക്കുവാൻ കൈവരിക്ക് പകരം പൈപ്പുകൾ സ്ഥാപിക്കണമെന്നും ജലനിരപ്പ് ഉയരുമ്പോൾ പൈപ്പുകൾ ഊരിമാറ്റാവുന്ന രീതിയിൽ സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കൊടികപ്പലം പ്രിയദർശിനി പുരുഷ സ്വാശ്രയ സംഘവും കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രിയദർശിനി പുരുഷ സ്വാശ്രയ സംഘം അധ്യക്ഷൻ എ തോമസ് അധ്യക്ഷത വഹിച്ചു. കെ.ജി. ഷാജി, കെ.ജി. ഹരിദാസ്, എൻ. വിദ്യാധരൻ, സി.എ. മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.